ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് ഏവർക്കും സ്വാഗതം. തൻ്റെ ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു അധോലോക രാജാവിൻ്റെ കഥയാണ് ഇത്തവണത്തെ ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസി. മാർക്കറ്റിംഗ് മീറ്റിംഗിനായി അയാൾ എത്തിയത് ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ പ്രോഡക്റ്റ് കുറച്ചും കൂടെ പോപ്പുലർ ആക്കി തരാൻ നോക്കും? എന്ത് ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താണ്? സവാളയ്ക്ക് എങ്ങനെ ആരെങ്കിലും ലോഞ്ച് ചെയ്യാറുണ്ട്? പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വയ്യ, അങ്ങനെ സംസാരിക്കണ്ട. ഇന്നേ വരെ അയാൾ കാണാത്ത ചിലതായിരുന്നു പെട്ടെന്ന് അവിടെ നടന്നത്. ഇതെന്ത് പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങൾ ചോദിച്ചോ? ഇയാൾക്ക് ഇതിനകത്തൊരു പങ്കില്ലെന്നാണ് പറയുന്നത്. ഒരു മാർക്കറ്റിംഗ് മീറ്റിംഗിൽ നടന്ന സംഭവ ബഹുല ദുരന്ത കഥ. ഒരു സ്ഥാപനത്തിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഒരു സംഘം സുഹൃത്തുക്കളാണ് ഇന്നത്തെ ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് സ്വാഗതം. ആദ്യം ഒരു പരിചയപ്പെടലാകാം. പേര് ജനീഷ്, ഞാൻ തൃശ്ശൂരാണ് താമസം. തൃശ്ശൂർ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നടത്തുന്നു. ഇതാരാണ്? മകനാണ്. പേര് പറഞ്ഞത് നിരഞ്ജൻ. ഇദ്ദേഹം ജിൻസ്, തൃശ്ശൂരാണ്. ഓസ്കാറിലാണ് ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. ഇദ്ദേഹം മഡോണയും ഇവരുടെ കൂടെ മുഴുവൻ സമയ പ്രവർത്തകയാണോ അതോ? അതെ, മാർക്കറ്റിംഗ് സ്റ്റാഫാണ് അവരുടെ. നിങ്ങൾ എത്ര നാളായിട്ട് സുഹൃത്തുക്കൾ? ലാസ്റ്റ് 3 years. ഒരുമിച്ച് പഠിച്ചിരുന്നവരാണ്? അല്ലല്ല, ആകസ്മികമായി കണ്ടുമുട്ടി. ബൈ പ്രൊഫഷണലി കണ്ടിട്ടുള്ളതാണ്. ആളൊരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഉള്ളൊരു പരിചയം. പക്ഷെ അത് എന്താ പറയുക, എല്ലാവരുമായിട്ട് ചേരില്ലല്ലോ. അതിൽ പല ഫാക്ടറും ഉണ്ടാവാം. അപ്പോൾ എന്തോ വളരെ ജെന്യൂനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ കൂട്ടുകാർ പറയുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ രണ്ടു വട്ടം ആലോചിക്കും. ഇതിപ്പോൾ ഇതിൽ ജിൻസും അല്ല, വേറെ നമുക്ക് ഒരു റീതിങ്ക് ചെയ്യുന്നൊരു പേഴ്സൺ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ കത്തിയാനേ. ജിൻസിന് അത്രയും പരിചയമുണ്ട് എന്ന് പറയുന്ന ഒരു ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു റീതിങ്കിങ് ഇല്ല. പിന്നെ കൂടെയുള്ളതാണെങ്കിൽ നമുക്ക് അത്രയും വിശ്വാസമുള്ള അടുത്ത സ്റ്റാഫാണ്. അപ്പോൾ എന്തായാലും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ആ സിറ്റുവേഷൻ എത്തുന്നവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് ജനീഷിന് അവിടെ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടു നോക്കാം. ജിൻസ് പറഞ്ഞതനുസരിച്ച് ജിനീഷ് ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. ജിൻസിന് അറിഞ്ഞുകൂടാ ഈ കാണാൻ വരുന്ന ആൾ ആരാണ് എന്നുള്ളത്. ആക്ച്വലി അതൊരു അധോലോക നേതാവാണ്. അയാളുടെ വളരെ നിഗൂഢമായ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിനീഷിനെ കാണാം എന്ന് പറയുന്നത്. തുടർന്ന് എന്തൊക്കെ അവിടെ സംഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എത്ര നാളായിട്ട് ഇത് ഫീൽഡിലുണ്ട്? എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ട്? 8 കൊല്ലം. നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ഉണ്ടോ ഇതിൻ്റെ ഏതെങ്കിലും ഫ്രാഞ്ചൈസി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ മാമ വിളിച്ചോണ്ട് പോകും.
ഓക്കെ, ഞങ്ങൾക്കൊരു ലോങ് ടൈമായിട്ടായി ഒരു സാധനം ലോഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. അത് ജസ്റ്റ് ഒരു ഇനാഗുറേഷനോ ഒരു സ്റ്റേജ് പ്രോഗ്രാമോ ചെയ്യുന്ന പോലെ അല്ല. ഞാൻ ചോദിക്കുന്ന സ്റ്റേറ്റ് വൈസ് ആയിട്ടല്ല, ഞാൻ പറയുന്ന നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ വൈസ് ആയിട്ട് ചെയ്യാനാണ്. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റേറ്റ് വൈസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് വി വാണ്ട് ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ കേരള, എസ്പെഷ്യലി ട്രിവാൻഡ്രം ആൻഡ് കൊച്ചി. ഇത് കൺസ്യൂമർ ബേസ്ഡ് പ്രോഡക്റ്റാണ്. പക്ഷേ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് മാർക്കറ്റ് ഇഷ്യൂസ് കാരണം അത് പറയാൻ ഒക്കില്ല. അല്ല, ഞാൻ ചോദിച്ച സ്വഭാവം അറിയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഇത് അന്വേഷിച്ച് വരുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഓക്കെ, അല്ല അത് യങ്സ്റ്റേഴ്സ് ആണോ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ മാത്രം ബേസ് ചെയ്ത് ഞങ്ങൾ ചെയ്യുന്ന സാധനമാണ്. ആ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ കൺസ്യൂമർ പ്രോഡക്റ്റ്. ഉള്ളിയോ സവാളയോ വാങ്ങുന്ന പോലെ അല്ല. നിങ്ങൾ എന്തിനാ അവിടെ നിർത്തിയിരിക്കുന്നത്? നിങ്ങൾ എന്തായിരുന്നു ഒരു ബന്ധുവാ? കഴിഞ്ഞു. ലോഞ്ചിങ് സെറമണി എന്ന് പറയുമ്പോൾ പോലും നമുക്ക് പബ്ലിക്കിൻ്റെ വലിയ ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫാം ഹൗസിലോ, ഇപ്പോൾ നമ്മൾ മൂന്നാറിലോ ഇടുക്കിയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫാം ഹൗസിൽ വളരെ ക്ഷണിക്കപ്പെട്ട ആൾക്കാരെ വിളിച്ച് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ പബ്ലിസിറ്റി ലെവലിൽ കാര്യങ്ങൾ എങ്ങനെയാണ്? പബ്ലിസിറ്റി എന്ന് പറയുമ്പോൾ നാട്ടിലിപ്പോൾ ഈ ഉദ്ഘാടനത്തിന് സിനിമാ സ്റ്റാർ വരുന്നു, കുറേ ആൾക്കാർ വന്ന് കൂടുന്നു, അതിനൊരു ഓളം ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ചെയ്യുന്നില്ല. നമുക്കിതൊരു ഓളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദ കോമ്പറ്റീഷൻ ലെവൽ ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് ഇൻ ദിസ് ഫീൽഡ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. സോ അത് മനസ്സിലാക്കി ചെയ്യണം. നിങ്ങൾക്കത് വൺ ടൈം ആണോ ഇതിൻ്റെ ലോഞ്ച്? ലോഞ്ച് എന്ന് പറഞ്ഞാൽ വൺ ടൈം ലോഞ്ച് എന്ന് പറഞ്ഞാൽ ഈ സാധനം നമ്മളൊരു ലോങ് സ്കെയിലിൽ ഇത് ഇവിടെ നടത്തിക്കൊണ്ടുപോകാൻ ചെയ്യണം. ഓക്കെ, അല്ല ഇത് ഇതിൽ നമുക്ക് ഡീലേഴ്സോ അങ്ങനത്തെ ആൾക്കാർ ഇതിൽ ഹലോ, ആ പറയൂ. ഇല്ല ജേക്കബേ, വേണ്ട വേണ്ട വേണ്ട, ഇല്ല ഞങ്ങൾ എല്ലാം ആയിക്കഴിഞ്ഞു, അല്ല കേരളത്തിലായിക്കഴിഞ്ഞു, വേണ്ട വേണ്ട വേണ്ട. നമുക്ക് വിശ്വസ്തര മാത്രം മതി, നമുക്ക് വിശ്വസ്തര മാത്രം മതി. വേണ്ട വേണ്ട, ഓക്കെ 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 സംസാരിക്കണ്ട. ഓക്കെ, എന്തിനാ അനാവശ്യമായിട്ടുള്ള കോൾസ് എല്ലാം അവിടെ കൊണ്ടുവരുന്നത്? ആ പറയും. ലോഞ്ച് ചെയ്യുമ്പോൾ സാധാരണ എന്താ വെച്ചാൽ നമുക്കൊരു ഡീലേഴ്സോ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ ആ ലെവലിലുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഫസ്റ്റ് ലോഞ്ച് ചെയ്യുക. കാരണം ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം പോലും അവരിലേക്കും ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് എത്തിക്കുക എന്നുള്ളൊരു നമ്മുടെ ആവശ്യമായിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ, സവാളയ്ക്ക് എങ്ങനെ ആരെങ്കിലും ലോഞ്ച് ചെയ്യാറുണ്ട്? ഇല്ല, അല്ല സവാളയ്ക്ക് ഒരു നടിയും എന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ കോമൺ കൺസ്യൂമർ ഗുഡ്. ഓക്കെ, അല്ല അതിൽ ഇങ്ങനത്തെ ഒരു ഡീലർഷിപ്പിൻ്റെ ഒരു ഇതില്ലല്ലോ, അത് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഒരു മെത്തേഡാണ്. നമുക്ക് വേണ്ടത് ഇതുപോലെ നമ്മുടെ ഈ പ്രോഡക്റ്റ് വേണ്ട ആൾക്കാരെ വളരെ കുറച്ച് പേരെ അത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുകൊണ്ട് നമ്മുടെ ലോഞ്ചിങ് സ്ഥലത്ത് തന്നാൽ മതി. അല്ല അത് സാധാരണ ഏത് കാറ്റഗറിയാണ് വേണ്ടെങ്കിൽ ആ കാറ്റഗറീനെ ഞങ്ങൾ അവിടെ എത്തിക്കും. യങ്സ്റ്റേഴ്സാണ് നമ്മൾ ബേസ് ചെയ്യുന്നത്. ഓ അല്ല, യങ്സ്റ്റേഴ്സിനപ്പം നമുക്ക് യങ്സ്റ്റേഴ്സിന് ഇൻട്രസ്റ്റ് ഉള്ള യങ്സ്റ്റേഴ്സ് നിങ്ങൾ ചെയ്ത പ്രോഡക്ട്സിൻ്റെ ഒരു ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ക്ലൈൻറ്റ് ലിസ്റ്റ്
ജസ്റ്റ് മിനിറ്റ്. എന്താ പേരെന്തോ? എവിടെ വീട് ഇവിടെ? എന്താ ബിസിനസ് എന്താ? ഇവിടെ ഒരു ഇവന്റിന്റെ ഡിസ്കഷന് വേണ്ടി വന്നതാണ്. ഇവൻറ്റിൻ്റെ ഡിസ്കഷൻ. ആ ആ ആ കൊള്ളാം, അതെ കിട്ടിക്കട്ടെ. എത്ര നാളായി തുടങ്ങിയിട്ട് ഇവിടെ? ഇവിടെ ബിസിനസ് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് വന്നിട്ടില്ല? ഇല്ല, ഫസ്റ്റ് ടൈം. നിങ്ങളുടെ പേരെന്താ? ഇയാളുടെ പേര്? മെഡോണ. നിങ്ങളോട് മാറി കേളിങ്ങോ. എപ്പോൾ എത്തി ഇവിടെ? ഒരു 20 മിനിറ്റ്സ്. 20 മിനിറ്റ്സ്. എന്തുവാണ്? കൊണ്ടുവരും. കൊണ്ടോ പാക്ക് ചെയ്തോ. തൊണ്ടി നമ്പർ നോട്ട് ചെയ്തു കേട്ടോ. ഇതാ പരിപാടി അല്ലേ? ഞങ്ങളിവിടെ കസ്റ്റമറെ കാണാൻ വന്നതാണ്. ഏത് കസ്റ്റമറെ കാണാൻ വന്നു? ഇപ്പോൾ ഇവിടെ വന്ന് വിളിച്ചൊരു കസ്റ്റമർ. ആളെവിടെ? ആളിപ്പോൾ ഓടിയിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞാൽ ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ തൃശ്ശൂർ ഏത് എസ് ഓഫീസിലോ അല്ലെങ്കിൽ കമ്മീഷണറോ വിളിച്ചു ചോദിക്കുക. ഞങ്ങൾ റെഗുലർലി പോലീസിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കമ്പനി. അതൊക്കെ നമുക്ക് അവിടെ തന്നെ സംസാരിക്കാം. ഞങ്ങൾക്ക് പോവാം. അതൊക്കെ സംസാരിക്കാം. ഇപ്പോൾ ഇയാൾക്ക് ഇതിനകത്തൊരു പങ്കില്ലെന്നാണ് പറയുന്നത്. അത് എന്താ പറയുക, എവിടെ വേണമെങ്കിൽ പ്രൂവ് ചെയ്യാതെ ഇത് ഞങ്ങൾക്ക് അത് നമുക്ക് അവിടെ ആലോചിക്കാം. ഇവിടെ മാറി ഇതെന്ത് പ്രോഡക്റ്റാണെന്ന് നിങ്ങൾ ചോദിച്ചോ? ഇത് ഞങ്ങൾക്കറിയാം. ഞങ്ങളോട് ആകെ പറഞ്ഞത് എന്താ, ഒരു കസ്റ്റമർ മീറ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ഉണ്ട് വരണം എന്ന് പറഞ്ഞത്. ഞങ്ങൾ എത്തി വെച്ചു. അയാളോട് ഇയാളേതാ? ഞാനിവിടുത്തെ പിയൂണ, ഇവിടുത്തെ വാച്ചർ. ഇയാളേതാ? അറിയില്ല. കുഴപ്പമില്ല. ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങൾക്ക് ആൾക്കാരുണ്ട്, ഞങ്ങൾ പറഞ്ഞോളാം. അതിനോട് ഞങ്ങൾക്ക് ഒരു ടെൻഷൻ. സാർ എന്താ സാറേ അലമ്പാണോ? സർക്കിളിനെ വിളി. എന്താ സാറേ അലമ്പാണോ? മനസ്സിലായില്ല. ഇവരെന്താ ഇവിടെ വന്നേ? ഇവിടുത്തെ പ്യൂണാണെന്നല്ലേ പറഞ്ഞു? ഞാൻ തേങ്ങ വറക്കാൻ വേണ്ടി പോയതാ സാറേ. ഞാൻ ഇടയിൽ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. തേങ്ങ പറക്കാൻ പോയി. നല്ലൊരു ചെറുപ്പക്കാരന് എന്ത് ആര് വിളിച്ചു? ഞാനാ? ഞാൻ വിളിച്ചു വരുത്തിയ? എൻ്റെ പേര് പറ. അയാൾ വരുന്നതാ? എൻ്റെ പേര് പറ. ജയേഷ. കള്ളം പറയുമ്പോൾ നോക്കി പറ ബായ്. ഹലോ സാർ. സാർ ഒരു കാര്യം, കമ്പനി അറിയോ, എന്നെ പേഴ്സണലി അറിയുമെന്ന് ചോദിക്കും. സാർ വരട്ടെ. ഇതാവൂല തിരക്കഥ. വെച്ചിട്ടുണ്ടെന്നല്ലേ ഇപ്പൊ മനസ്സിൽ പറഞ്ഞത്? വെച്ചിട്ടുണ്ടെന്നല്ലേ? തിരക്കഥ സംഭാഷണം അത് പിന്നെ കൊടുത്താൽ മതി. ഇവിടുന്ന് ഇറങ്ങിയിട്ട് കൊടുത്താൽ മതി. ഫ്ലോറിൽ കാണാം. ഓക്കെ. എന്തൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചത്? അല്ല, അത് നമ്മൾ വന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ ഒരു സംതിങ്. ഒരു ആദ്യം വിചാരിച്ചു ഒരു നമ്മളോട് സംസാരിക്കുന്ന ഒരാൾ, ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലം പല കാറ്റഗറിയിലെ ആൾക്കാരെ എങ്ങനെയാ വെച്ചാൽ ചിലർ തീരെ ഉണ്ടാവില്ല, പക്ഷേ ഉള്ളതായി കാണിക്കണം. അപ്പം ഞങ്ങളുടെ മുമ്പിൽ കുറേ ഷോസ് നമ്മൾ കാണുന്നതാണ്. അപ്പം ഞാൻ ഫസ്റ്റ് എന്താ പറയുക, ആരും ഒരു ഈ പറഞ്ഞ അധോലോക ബന്ധപ്പെട്ട ഒരു ബിസിനസ് ആണെങ്കിൽ ഒരു കാരണവശാലും പബ്ലിക്കലി ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സണെ അറിയിക്കില്ല. പക്ഷേ ഇവിടെ അപ്പം നമുക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇതൊന്നുമില്ല, ഞങ്ങൾ എന്തൊക്കെയോ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കുറേ ബ്ലാക്ക് മണി ഉണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു ഷോ നമ്മൾ എന്താ പറയുക
ഞങ്ങളൊന്ന് ഇമ്പ്രസ് ചെയ്യാൻ, അതായത് ഞങ്ങളുടെ കയ്യിൽ കുറേ കാശുണ്ട്, ഞങ്ങൾക്ക് വലിച്ചെറിയാണ്ട് തോന്നിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നൊരു ഷോ ആയിട്ട് എനിക്ക് ഫസ്റ്റ് തോന്നിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ഈ പോലീസ് വന്നു എന്നൊക്കെ കണ്ടപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു നോട്ടിരട്ടിപ്പ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. കള്ളനോട്ട് കൊണ്ട് സാധാരണ നോട്ട് കൊടുക്കുക, കള്ളനോട്ട് മേടിക്കാൻ പോകുമ്പോൾ പോലീസ് വരിക. നമ്മളിപ്പോൾ പലപ്പോഴും പേപ്പറിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു, പക്ഷേ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ടെൻഷനായിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ളത് ഒരു ലേഡി സ്റ്റാഫുണ്ട്. മേ ബി ഇതൊരു പോലീസല്ലാന്ന് എൻ്റെ മനസ്സ് 99% പറയുന്നുണ്ട്. പക്ഷേ ഒരു സീൻ ക്രിയേറ്റ് ചെയ്താൽ മേ ബി നമ്മുടെ ഒരു സ്റ്റാഫ്, ലേഡി സ്റ്റാഫ് ഉള്ളതുകൊണ്ട് ഞാൻ 2 വട്ടം ആലോചിക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു എനിക്ക് തോന്നിയൊരു ഫീഡ്ബാക്ക്. ഇത്രയും ഡിപ്ലോമാറ്റിക് ആയിട്ട് ആ ഒരു സംഭവത്തിനെ ഹാൻഡിൽ ചെയ്തതിന് അഭിനന്ദനങ്ങൾ. കാരണം ഇതെല്ലാം മനസ്സിലുണ്ടായിട്ടും ജനീഷിന് ഒരു തരത്തിലുള്ള ടെൻഷനും മുഖത്തില്ല. വളരെ കൂളായിട്ട് എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പോലീസുകാർ അവിടെ വിളിച്ച് അന്വേഷിച്ചു, ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച്. സാധാരണ രീതിയിൽ മനുഷ്യർ പെട്ടെന്ന് ഇത്തരം ഒരു സാഹചര്യമൊക്കെ കാണുമ്പോഴത്തേക്ക് പാനിക് ആകുകയോ ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യും. വെരി കൂൾ, അങ്ങനെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ് റിയൽ ലൈഫിൽ ഇതുപോലെ ഭയങ്കര കൂളായിട്ടുള്ള ഒരാളാണോ? ബോൾഡാണ്, പക്ഷേ ദേഷ്യക്കാരനാണ്. ഭാര്യ പീഡനം ഉണ്ടല്ലേ? പോലീസ് വന്നപ്പോൾ ഹസ്ബൻഡ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് തോന്നി? ഇല്ല, ആൾക്ക് തൃശ്ശൂരി പറയണം കണക്ഷൻസ് ഉണ്ട്, അപ്പോൾ അത്ര പെട്ടെന്ന് പേടിക്കില്ല എന്നുള്ളത് അറിയാം. ടെൻഷൻ അടിക്കുമെന്ന് തോന്നിയോ? നാച്ചുറലി ഉണ്ടാവുമല്ലോ ചെറുതായിട്ട്. പക്ഷെ ആ ഫേസിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു, ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ആളുടെ മുഖത്തുനിന്നത് അറിയാൻ പറ്റും. നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു അവിടെ ഇരുന്നപ്പോൾ? ഫസ്റ്റ് എല്ലാം അറിയാം ഈ സംഭവം, പക്ഷെ മാക്സിമം സാറിന് അറിയിക്കാതിരിക്കാൻ നോക്കുക. ചിരി പലപ്പോഴും വരുന്നുണ്ട്, കട്ടിച്ച് പിടിച്ച് ആസ് യൂഷ്വൽ ക്ലയന്റ് മീറ്റിന് ഇരിക്കുന്ന ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. എഴുതുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം നോട്ട് ചെയ്യാണ്ട് കൂളായിട്ടിരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ നിന്ന് ആളെന്തായാലും വാച്ച് ചെയ്യും നമ്മളെ. മാക്സിമം ആക്ടിവിറ്റീസ് കാണുമ്പോൾ ചിരിച്ച് മണ്ണ് കപ്പോ തോന്നില്ല, പിടിച്ചിരിക്കുന്നു. ഇപ്പൊ കൊതു കടിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഒരു ഇപ്പൊ കൊതു കടിച്ചാൽ പോലും നമ്മൾ കടിച്ചില്ല എന്നുള്ള പോലെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഒരു ക്ലയന്റിനെ ഒരു ഇറിറ്റേഷൻ തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യില്ല. ഇപ്പോൾ ഫോൺ വരുന്നാലോ അല്ലെങ്കിൽ നമ്മൾ അത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവ ഇരുന്നിട്ട് വളരെ സിമ്പിളായിട്ട് കൊതു കടിക്കണമെന്ന് പറയുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, കാരണം ഇവൻ ആണ് കൊച്ചിക്ക് വരാനുള്ള ആൾ, ഇവന്തിങ്ങനെ വളരെ സില്ലിയായിട്ട് അതിനെങ്ങനെ കാണണം. അല്ലെങ്കിൽ ഇരിക്കുന്ന ഏത് പൊട്ടനായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് വലിയ ആളായിക്കോട്ടെ, ആ ആൾക്കൊരു നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് ഉണ്ടാവുമല്ലോ ആസ് എ ക്ലയൻറ്റ്. ഇവൻ ഇങ്ങനെ പെരുമാറണേന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പം ഞാൻ 2 വട്ടം നോക്കി. ഞാൻ കൊതു കടിക്കുന്നുണ്ട്, അല്ല അപ്പൊ ആ നേരത്തെ അറ്റൻഷൻ വേറെ ഇതിലേക്കായിരുന്നു. ക്ലയന്റായിട്ട് ഇന്ററാക്ട് ചെയ്യണ നേരത്തെ ഒരിക്കലും നമ്മൾ തമാശ കളിക്കില്ലല്ലോ. അപ്പൊ ഞാൻ അപ്പോൾ ഒരു സെക്കൻഡ് ആലോചിച്ചു. പക്ഷെ ഇതൊന്നും ജിൻസ് ആയതുകൊണ്ടും നമ്മളത് ആലോചിക്കുന്നില്ല. വേറെ ഒന്നും ഒരു പ്രാങ്ക് ഇതിന് പിന്നിലുണ്ടെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഇത് കണ്ടതെന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും. ഒന്ന്, നിങ്ങളവിടെ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ഒരു സ്റ്റാഫ്, ഒരു ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ആൾ എന്നുള്ളൊരു ഡിഫറൻസ് ഒന്നും എവിടെ നിങ്ങൾ വെച്ച് പുലർത്തുന്നില്ല. മോസ്റ്റ്ലി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്തു പോകുന്നൊരു ഓഫീസ് സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും നിങ്ങൾ തമ്മിൽ വളരെ അടുത്ത സുഹൃത്ത് ബന്ധമുണ്ടെന്നും ഹൃദയം കൊണ്ട് അടുത്ത് നിൽക്കുന്നവരാണെന്നുമാണ്. അത് എക്കാലവും മുന്നോട്ട് പോട്ടെ. ഇതുപോലുള്ള സൗഹൃദങ്ങളിൽ നിന്നുണ്ടാകുന്ന സ്ഥാപനങ്ങൾ പെട്ടെന്ന് മുകളിലോട്ട് കയറിപ്പോകും. കാര്യം ഈ ബന്ധം എക്കാലവും ഇങ്ങനെ തന്നെ തുടർന്ന് പോട്ടെ എന്ന് ആശംസിക്കും. ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയുടെ വക ഒരു ചെറിയ ഉപഹാരം. ഫെഡറൽ ബാങ്ക് ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായി ടേക്ക് ഇറ്റ് ഈസി വീഡിയോസിലേക്ക് ആളുകൾ കുറേ വീഡിയോസ് അയച്ചു തരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പരാതിയും അയക്കാറുണ്ട്, ഇതൊന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ ആ പരാതി മാറ്റുകയാണ്. ടേക്ക് ഇറ്റ് ഈസി വീഡിയോസ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രകടനം, ശരിക്കുള്ള ചൂട് എന്താണെന്ന് അറിയുന്ന ഒരു പ്രകടനത്തിലേക്ക് പോവുകയാണ്. പിന്നെ അതുപോലെ വേറൊരു കാര്യം,
ഇത് ഞങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും എൻ്റെ അടുത്തോട്ട് വരണ്ട. ഒരിക്കൽ കൂടി കണ്ടാലും കുഴപ്പമൊന്നുമില്ല. जब ये गाना बजेगा on the floor आना पड़ेगा लुंगी को उठाना पड़ेगा. ഒരാൾക്കൊരു അപകടം വരുമ്പോൾ അത് കണ്ട് ചിരിക്കാൻ പാടില്ല. എന്നാലും ഇത്തരം ഈ മണ്ടത്തരം പിടിച്ച കാര്യങ്ങൾ കണ്ടാൽ ആരായാലും ചിരിച്ചു പോകും. അയാൾക്ക് വലിയ ഇഞ്ചുറി ഒന്നും വന്ന് കാണില്ല. എന്നാലും അതുപോലെ ഇനി കോലം കത്തിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പെട്രോൾ ഒഴിച്ച് കോലം കത്തിക്കരുത്, ഡീസലോ മണ്ണെണ്ണയോ. ഇവരും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയാണ് പറയുന്നത്. വിഷു പ്രമാണിച്ച് അച്ഛൻ വാങ്ങിച്ചുകൊണ്ടുവന്ന പടക്കം പൊട്ടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മകൻ. ഇത്രയും കരുതലുള്ളൊരു മകനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, സത്യം. സമ്മതിക്കത്തില്ല. ഒരു ചെറിയ ഓലപ്പടക്കം വെച്ചിട്ടാണ് ഇത് കാണിക്കുന്നത്. അതിൽ ആ പടക്കത്തിന്റെ ശബ്ദം കേട്ടാൽ അതൊരു കുഞ്ഞു ഓലപ്പടക്കം വരുന്നത്. അത് പൊട്ടി മുഖത്ത് വീടാ പോലും ഇത്ര അപകടം സംഭവിക്കത്തില്ലായിരുന്നു. പോകുന്നുണ്ട് പിറകെ. ടേക്ക് ഇറ്റ് ഈസി വീഡിയോസ് ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം.